നമ്മൾ ഇന്ന് സിമ്പിൾ മസാല ദോശ റെസിപ്പിയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം 1-2 പൊട്ടറ്റോ ഒരു 3 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ച് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമുക്കൊരു കടായി ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക് ബോൾസ് ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് നമ്മൾ ഉഴുന്ന് ബോൾസും കൂടി അതിലേക്ക് ചേർക്കുക. ഈ ഉഴുന്ന് ബോൾസ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സവാള ഇട്ട് കൊടുക്കുകയാണ്. നൈസായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഓരോന്നായിട്ട് നമ്മളതിലേക്ക് ചേർക്കുക. ഞാനിവിടെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റോ ബീട്രൂട്ടോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കാണ് ഇതിലിട്ടത്. അടുത്തായിട്ട് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാണ്. ക്യാപ്സിക്കോ പച്ചമുളകൊക്കെ ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യാണ്. അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ എന്തൊഴിക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ആവശ്യത്തിന് ആയിട്ടുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വരെ നമ്മളിങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാലകൾ കൂടി ഇതിലേക്ക് ഇടാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ദോശ സെറ്റാക്കുകയാണ്. ഓൾറെഡി നമ്മൾ മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ദോശ, നൈസായിട്ട് ദോശ ചുട്ടു. അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാ ഭാഗത്തും നെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മസാല ഇതിലേക്ക് ദോശയിലേക്ക് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈഡും നമ്മൾ മടക്കി വെക്കുക. 2 സൈഡ് മടക്കാം, 4 സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കാം. അപ്പോൾ ഈവനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മസാല ദോശയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മസാല ദോശയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോ.